അമൃതേശ്വരേ നമഃ. ആരുണിയുടെ ഗുരുഭക്തി. സർപ്പസത്ര ഭൂമിയിൽ വെച്ച് വൈശമ്പായന മുനി ജനമേജയ രാജാവിന് ചൊല്ലിക്കൊടുക്കുന്നതാണ് മഹാഭാരതമെന്ന രത്നഖനി. രാജാവ് തക്ഷശില കീഴടക്കി മന്ത്രിമാരോടൊത്തു വാഴുന്ന കാലം. ആ കാലത്ത് ധൗമ്യൻ എന്ന മഹർഷി തക്ഷശിലയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 ഉത്തമ ശിഷ്യന്മാരായിരുന്നു: ഉപമന്യു, ആരുണി, വേദൻ. ഇതില് പാഞ്ചാല ദേശക്കാരനായ ആരുണിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഗുരുഭക്തിയെ കുറിച്ച് സ്മരിക്കുമ്പോഴേക്കും രോമാഞ്ചമണിയുന്ന കർമ്മങ്ങളെല്ലാം ഗുരുപാദ സ്മരണയിൽ ചെയ്യുന്ന ആരുണിക്ക് ഗുരു നൽകിയ സേവനം എന്താണെന്നറിയോ? ആശ്രമത്തിലെ വയലേലകളെല്ലാം പരിപാലിക്കല. ഒരു ദിവസേ കൂരിച്ചൊരിയണ മഴ. അതിപ്പോ നമുക്ക് അനുഭവമാണല്ലോ. എന്താ ചെയ്യാ? നെൽപ്പാടത്തെ വരമ്പെല്ലാം പൊട്ടിയിരിക്കണു. ആരുണി, നീ പോയ ആ പാടത്തെ വരമ്പെല്ലാം കെട്ടി വെള്ളം നിറഞ്ഞെടുത്ത്. ഉടൻ തന്നെ ഗുരുഹിതം പാലിക്കാൻ ആരുണി ഓടി. നോക്കുമ്പോ വരമ്പേ കാണാനില്ല. സമുദ്രം പോലെ നിൽക്കുക വെള്ളേ. തടിക്കഷ്ണങ്ങളും പട്ടയും വാഴപ്പിണ്ടിയും മണ്ണും ഒക്കെ കൊടന്നിട്ടു വരമ്പത്ത്. പക്ഷേ ചിറയിട്ടാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളൊക്കെ പാഴായി. ആരുണി ഒരു നിമിഷം ചിന്തിച്ചു, ഗുരുവിന്റെ ആജ്ഞയല്ലേ, എന്ത് പണിപ്പെട്ടാലും നിറവേറ്റണം. അപ്പോ അവനൊരു ബുദ്ധി ഉദിച്ചു. പൊട്ടിയ വരമ്പിന്റെ സ്ഥാനത്ത് അവൻ അങ്ങോട്ട് കയറി കടന്നു. കുതിച്ചു വരുന്ന വെള്ളത്തിൽ അവനങ്ങനെ മരം പോലെ തണുത്ത് വിറച്ച് കടന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. നേരോ സമയോ ഒന്നും ആരുണി അറിഞ്ഞതേയില്ല. നേരം സന്ധ്യയായി. ആരുണിയെ കാണാനില്ല. ഗുരു ശിഷ്യന്മാരെയും കൂട്ടി പാടത്തെത്തി. ചേറും ചെളിയും നിറഞ്ഞ പാടവരമ്പിൽ കിടന്ന ആരുണിയെ കണ്ട് ഗുരുവിന്റെ കാരുണ്യമാണ് പൊട്ടി ഒഴുകി. മോനെ ആരുണി, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഗുരുവിന്റെ അമൃതമൊഴി കേട്ട ആരുണി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഗുരു, വെള്ളത്തിന്റെ ഗതി തടയാൻ എനിക്കായില്ല. അത്രയ്ക്കും ശക്തി ഉണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ വരമ്പിൽ കിടത്തണമെന്ന് തോന്നി. അങ്ങ് വിളിച്ചപ്പോഴാ ഞാൻ ഈ വരമ്പ് പിളർന്നു വന്നത്. ആരുണിയുടെ നിഷ്കളങ്ക ഭക്തി കണ്ട് ധൗമ്യ മഹർഷി അവനെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ചു. എന്ത് ചെയ്യണതും ആത്മസമർപ്പണത്തോടെ വേണം ചെയ്യാൻ. നിനക്ക് ആ സമർപ്പണം വന്നു കുട്ടി. ഞാൻ ഏൽപ്പിച്ച ജോലി സ്വന്തം കടമയായി നീ കണ്ടു, ധർമ്മം എന്ന് ചിന്തിച്ചു. അങ്ങനെ ആവുമ്പോഴത് ഈശ്വരാർപ്പണമാവൂ. എൻ്റെ വാക്കനുസരിച്ച് നിനക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. മാത്രല്ല, വേദധർമ്മശാസ്ത്രങ്ങളെല്ലാം നിന്നിൽ സ്വയം പ്രകാശിക്കട്ടെ. അഹന്ത വെടിഞ്ഞ നിന്റെ സമർപ്പണം ലോകചരിത്രത്തിൽ എന്നും വാഴ്ത്തപ്പെടും. വരമ്പ് പിളർന്ന് എഴുന്നേറ്റിനാൽ നീ ഉദ്ദാലകൻ എന്ന പേരിൽ അറിയപ്പെടട്ടെ. ഉദ്ദാലം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. സർവ്വവ്യാധികളെയും പിളർക്കുന്നത്. സമർപ്പണവും ഗുരുകൃപയും കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ ആരുണിക്ക് കഴിഞ്ഞതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ഗുരുകൃപ ഒഴുകട്ടെ. ഓം അമൃതേശ്വരേ നമഃ.